തിരുവനന്തപുരം നഗരസഭാ ഭരണം ഇപ്പം ബി.ജെ.പിയുടെ കയ്യിലാണ്. അതായത് മാറാത്തതൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറി വരാം. പക്ഷെ ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടിവെള്ളമില്ല, മാലിന്യ പ്രശ്നം, തെരുവിളക്കുകളൊന്നും കത്തുന്നില്ല. ഈ രീതിയിലുള്ള ഗുരുതരമായ, ഇതൊന്നും ചെറിയ വിഷയങ്ങളല്ല, ഇതുപോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം മോദി വന്നു, വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെന്ന് വാഗ്ദാനങ്ങളൊക്കെ നടത്തി പോയ ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനെ. അതെ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനു മുൻപ് ഉള്ള ഭരണസമിതി ഭയങ്കര പ്രശ്നമായിരുന്നു എന്നും ആ ഭരണസമിതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ തന്നിഷ്ടപ്രകാരമായിരുന്നു, അവിടെ ആകപ്പാടെ മുടങ്ങിക്കിടക്കാണ്, വികസന പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്നു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ആര്യ രാജേന്ദ്രനെതിരായി ഉയർത്തിക്കൊണ്ട് വന്നത് ഇതേ ബി.ജെ.പി. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപെങ്ങും ഇല്ലാത്ത വിധം തിരുവനന്തപുരം നഗരം ശോചനീയമായ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്കറിയാവുന്ന പോലെ അവരെ ഭരണത്തിലേറി കഴിയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ആറ്റുകാൽ പൊങ്കാല ഉണ്ടായി കഴിയുമ്പോൾ, നടന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നഗരത്തിൽ അങ്ങനെ ഒരു വലിയ പരിപാടി നടന്നു എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ കാണത്തില്ല. അത്രത്തോളം ജനനിബിഡമായ പരിപാടി ആയിരുന്നു എങ്കിൽ പോലും അതിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും ഒരു രാത്രി കൊണ്ട് തൂത്ത് വൃത്തിയാക്കി തൊട്ടടുത്ത ദിവസം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഈ മാലിന്യങ്ങൾ ഇവിടെ ഡംപ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു അറിവില്ല. അവിടുത്തെ മഴക്കാല പൂർവ്വ പരിചരണം മീൻസ് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി കിടക്കുന്നു. എന്ന് വെച്ചാൽ തോടുകളിലെ, ചെറിയ ചാലുകളിലെ, ഓടകൾ, ഇവയെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. കാര്യം കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ വേനൽക്കാലത്ത് പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ മഴക്കാലമാകുമ്പോൾ ഈ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിലേക്കായി പോകും. കുറെ കാലമായി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഒക്കെയാണ്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് കുറച്ചു കാലം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പഴയതുപോലെ ഈ മഴക്കാലമായി കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തും. അപ്പൊ ആ നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ നീക്കം അവതാളത്തിലായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഏറ്റവും രൂക്ഷമായി ആ നാട്ടിലുള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമമാണ്. ഈ വേനൽക്കാലം എത്തിക്കഴിയുമ്പോൾ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. നേരത്തെയൊക്കെ ഇതുപോലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, 1-2 ദിവസം കുടിവെള്ളം മുടങ്ങി കിടക്കുന്ന പതിവുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ പൈപ്പ് പൊട്ടിട്ടോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ പല ദിവസങ്ങളിലായി വെള്ളം മുടങ്ങിയിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് തന്നെ കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട്.